നമസ്കാരം. മുൻമന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഗണേഷ് കുമാർ നടത്തുന്ന അനാവശ്യ പ്രസ്താവനകളും ജൽപ്പനങ്ങളും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് താലൂക്ക് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. യൂണിയൻ വാർഷിക പൊതുയോഗത്തിൽ ചേർത്തല താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജയചന്ദ്രനാണ് ഗണേഷ് കുമാറിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയത്. ഗണേഷ് കുമാർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണെന്നാണ് ചേർത്തലയിൽ ചേർന്ന NSS വാർഷിക പൊതുയോഗത്തിൽ പാസാക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. സമുദായ സംഘടനയായ NSSനെ ഉപയോഗിച്ചാണ് ഗണേഷ് കുമാർ സർവ്വസ്ഥാനമാനങ്ങളും പദവികളും നേടിയെടുത്തത്. എന്നാൽ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സമുദായത്തെയും NSSനെയും തകർക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികളുടെ വാലായി ഗണേഷ് കുമാർ മാറിയിരിക്കുകയാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. അടുത്തിടെ NSS നേതൃത്വത്തിനെതിരെയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെയും പരസ്യമായി ഗുരുതര ആരോപണങ്ങളുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയതാണ് പുതിയ പോരിലേക്ക് വഴിവെച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചായിരുന്നു NSS നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് ഗണേഷ് സംസാരിച്ചത്. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഇന്ന് ചില പരജീവികൾ കൈയടക്കി വച്ചിരിക്കുകയാണെന്നും ഒരു കുടുംബത്തിലെ 43 പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ നിയമനം നൽകിയെന്നും ഗണേഷ് ആരോപിച്ചിരുന്നു. മന്നം സമാധിയിൽ മുൻപ് ഉപരാഷ്ട്രപതിക്ക് പ്രവേശനം നിഷേധിച്ച സംഭവം ചൂണ്ടിക്കാണിച്ചും NSS ആസ്ഥാനത്ത് ജനാധിപത്യമില്ലെന്നും തുറന്നടിച്ച ഗണേഷ് സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കൂടാതെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് തന്നെയടക്കം ജനാധിപത്യ വിരുദ്ധമായി പുറത്താക്കിയെന്നും സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയില്ലെന്നും ഗണേഷ് കുമാർ പരസ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിലാണ് ജി സുകുമാരൻ നായർ മറുപടി പറഞ്ഞത്. തനിക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ഗണേഷിന് NSSൽ ജനാധിപത്യമില്ലെന്ന് തോന്നിയതെന്ന് സുകുമാരൻ നായർ പരിഹസിച്ചു. സ്വന്തം അച്ഛനായ R ബാലകൃഷ്ണപിള്ളയോട് പോലും നന്ദി കാണിക്കാത്തയാളാണ് ഗണേഷ് കുമാറെന്നും സമുദായ സംഘടനയെ തകർക്കാൻ നടക്കുന്നവരുടെ ചട്ടുകമായി ഗണേഷ് മാറിയെന്നുമാണ് സുകുമാരൻ നായർ മറുപടി പറഞ്ഞത്. തനിക്ക് NSS സംഘടനയിൽ പോരാടാൻ ഒരു താല്പര്യവുമില്ലെന്നും എന്നാൽ സമുദായത്തിൽ നടക്കുന്ന അനീതികൾ ജനകീയ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് NSS പെരുന്നാൾ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാദേശിക യൂണിയനുകൾ ഗണേഷ് കുമാറിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങുന്നത്. NSSന്റെ താലൂക്ക് യൂണിയനുകളിൽ നിന്ന് ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. മാന്യമായ രീതിയിൽ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിന് പകരം NSS നേതൃത്വത്തിന്റെ മേൽ കുതിര കയറാനാണ് ശ്രമമെങ്കിൽ അത് വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ചേർത്തല താലൂക്ക് യൂണിയൻ വ്യക്തമാക്കി. സമുദായത്തിന് നേരെയും നേതൃത്വത്തിന് നേരെയും വിരൽ ചൂണ്ടുന്നവർക്ക് മാപ്പില്ലെന്നും യോഗത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. മുതിർന്ന നേതാവ് R ബാലകൃഷ്ണപിള്ളയുടെ കാലം മുതൽ NSS നേതൃത്വവുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കുടുംബമായിരുന്നു ഗണേഷിൻ്റേത്. എന്നാൽ പുതിയ തർക്കങ്ങളോടെ ഈ ബന്ധം പൂർണ്ണമായും ഉടഞ്ഞിരിക്കുകയാണ്.